ഹലോ, വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഔട്ടിംഗ് വ്ളോഗുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ കാണിച്ചത് തന്നിട്ടാണ് നമ്മൾ ഗേൾസ് സ്കൂള്. ഇത് നമ്മളെ കണ്ണൂരിലെ പയ്യാമ്പലാണ്. അങ്ങനെ നമ്മളിവിടെ ഒരു പാർക്കിൽ വന്നിട്ടുണ്ട്. ഇത് മിലിറ്ററി ഏരിയ ആണ് കേട്ടോ. നമ്മൾ കണ്ണൂരിലെ എൻട്രി ഫീ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പാർക്കാണ്. ഇതങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അത്യാവശ്യം പിള്ളേർക്ക് കളിക്കാനുള്ള റൈഡും അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു കഫ്റ്റേരിയയും എല്ലാം ഉണ്ട്. അതുപോലെ മോർണിംഗ് ആൻഡ് ഈവനിങ് വാക്കിന് പറ്റിയൊരു അടിപൊളി സ്ഥലം കൂടിയാണിത്. അധിക പേരും നമുക്ക് കാണാം ഇവിടെ വന്ന് എക്സസൈസൊക്കെ ചെയ്യുന്നത് കാണാം. അങ്ങനെ നമ്മളിങ്ങനെ നടക്കലാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങലാണ്. അത്യാവശ്യം രാത്രിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഓർഡർ എല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കലാണ്. നമ്മളങ്ങനെ എല്ലാവരും കൂടി കുറച്ച് നേരം സംസാരിച്ചിരിക്കുമ്പോഴത്തേക്ക് ഇതാ നമ്മൾ ഓർഡർ ചെയ്തത് എത്തിയിട്ടുണ്ട്. നല്ല ബീഫ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടതിന്, അതുപോലെ ചിക്കൻ കബാബ് പ്ലേറ്ററാണിത്. പിന്നെ പാലക് പനീർ, പിന്നെ അതുപോലെ ബീഫ് റോസ്റ്റ്, ചിക്കൻ ബിരിയാണി, പിന്നെ മന്തിയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൂടി കഴിക്കലാണ് എല്ലാവരും. ഞാൻ മന്തിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായത്. ഞാനങ്ങനെ മന്തി കഴിക്കലാണ്. അതിൻ്റെ കൂടെ കബാബാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്. അങ്ങനെ 2 പീസ് കബാബ് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ നമുക്ക് സോസേജും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോസേജ് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാൻ കബാബ് ടേസ്റ്റ് ചെയ്യലാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് മന്തി കഴിച്ച് നോക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിന്. നല്ല അടിപൊളി മന്തി ആയിരുന്നു കേട്ടോ. അതുപോലെ ഇപ്പുറം റൊട്ടിയും നമ്മളെ പാലക് പനീർ മസാല ഉണ്ടായിട്ടുണ്ടതിന് അതും കൂടി ടേസ്റ്റ് ചെയ്യലാണ്. ഇതെനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമായിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് കുറച്ചേ കഴിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. അങ്ങനെ എല്ലാം കൂടി കഴിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങലാണ്. അങ്ങനെ നമ്മളിതാ കണ്ണൂർ ടൗണിലെത്തിയിട്ടുണ്ട്. കണ്ണൂർ ടൗണിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ബേക്കറിയിലേക്കും കൂടി പോയിട്ടുണ്ടായിന്. അങ്ങനെ ബേക്കറിയിലെത്തിയിട്ടുണ്ട്. അതായത് അടിപൊളി, നല്ല അടിപൊളി മാക്രോൺസാണ്. ഞാൻ ആദ്യമായിട്ട് എന്നിട്ട് ഇങ്ങനെ ഇത് കാണുന്നത്. വെറൈറ്റി കളേഴ്സ് ഒരു ബോക്സിലാക്കിയിട്ട് നല്ല രസമുണ്ടായിന് കാണാൻ തന്നെ.